എന്നും രാവിലെ എണീക്കുന്ന പോലെ രാവിലെ 5 മണിക്ക് ഞാൻ ഇന്ന് എണീറ്റൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഒന്ന് നടക്കാനായിട്ടൊന്ന് പോയി. കുറച്ച് ദൂരം നടന്നതിന് ശേഷം ഞാൻ തിരിച്ചെൻ്റെ റൂമിൽ വന്നു. ഉടൻ തന്നെ റെഡിയായി ഞാൻ എൻ്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് പോയി. എന്തായാലും ഞാൻ നാലാഞ്ചിറയിൽ നിന്നാണെങ്കിലും നാലാഞ്ചിറ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ കയറിയില്ല. ഞാൻ പരുത്തിപ്പാറ വരെ നടന്നിട്ടാണ് ഞാൻ ബസ്സിൽ കയറിയത്. എന്തായാലും ഞാൻ ബസ് കയറി കോളേജിൽ വന്നു. കോളേജിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് എക്സാം ഉണ്ടെന്ന്. അതും ഞങ്ങളുടെ മന്ത്ലി ടെസ്റ്റ്. കുറേ കൂട്ടുകാർ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് തറയിരുന്നും പഠിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ മുടി ചീകി പഠിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരാൾ നഖം കടിച്ചും പഠിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൈ ഒടിഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് എക്സാം എഴുതേണ്ടി വരത്തില്ല. അങ്ങനെ എല്ലാവരുടെ എക്സാമൊക്കെ കഴിഞ്ഞു. എക്സാം കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഈസി അല്ലായിരുന്നു, എന്നാൽ ഹാർഡും അല്ലായിരുന്നു. ഒരു മീഡിയം പേപ്പറായിരുന്നു. കാരണം കുറേ പേര് സന്തോഷിച്ച് വരുമ്പോൾ കുറേ പേര് സങ്കടപ്പെട്ടാണ് വരുന്നത്. എക്സാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പീരീഡ് ഞങ്ങളുടെ പ്രോസ്റ്റോ പ്രീ ക്ലിനിക്കിലാണ്. എൻ്റെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ മിസ്സിനെ കാത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങളുടെ കോളേജിലെ എല്ലാ ലാബിനും കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഹായ് കാണിക്കുന്ന കുട്ടി എൻ്റെ ഒരു ഫ്രണ്ടാണ്. ക്ലാസ്സിലേക്ക് ഇപ്പം പതുക്കെയാണ് എല്ലാവരും വരുന്നത്. എക്സാം കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണം ഇപ്പം മാറിയതേ ഉള്ളൂ എല്ലാവർക്കും. 1 മണിക്കൂറിൻ്റെ പ്രോസ്റ്റോ ക്ലാസ് കഴിഞ്ഞ ശേഷം ഞങ്ങളിതാ തിരിച്ച് ഞങ്ങളുടെ മൈക്രോബയോളജി ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. പ്രോസ്റ്റോ ക്ലാബ് ഗ്രൗണ്ട് ഫ്ലോറാണ്, ബട്ട് മൈക്രോബയോളജി ക്ലാബ് അത് 3rd ഫ്ലോറാണ്. ഒരുപാട് നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ എന്തായാലും മൈക്രോബയോളജി ക്ലാബിലേക്ക് വന്ന് ക്ലാബിനെ കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഈ ക്ലാബിലാണ് നമ്മൾ ബാക്ടീരിയനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതും പല തരത്തിലുള്ള ബാക്ടീരിയയും പിന്നെ ഓരോ സ്റ്റെയിനിങ് മെത്തേഡ്സൊക്കെ നമ്മൾ ഈ ഒരു ക്ലാബിൽ വെച്ചാണ് പഠിക്കുന്നത്. 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സിന് ശേഷം ഞങ്ങളുടെ ലഞ്ച് ടൈമാണ്. ഞങ്ങളെല്ലാവരും ലഞ്ച് കഴിക്കുന്നൊരു ഹാളിലാണ്. ഈ ഹാളിനെ പറയുന്ന പേരാണ് അമ്യൂണിറ്റീസ് ഹാൾ. ലഞ്ച് ടൈമിന് ശേഷം ഞങ്ങൾക്ക് ഫാർമക്കോളജിയാണ് പീരീഡ്. ഈ ഒരു ക്ലാബിലാണ് ഞങ്ങളെ ഡ്രഗ്സിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡ്രഗ്സ് അല്ല കേട്ടോ, ഇത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡ്രഗ്സാണ്, നോർമൽ മരുന്നുകൾ. ഞാൻ ഈ വീഡിയോ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ എന്തായാലും ഒരു പാർട്ട് 2 കാണും. അതുമാത്രമല്ല കോളേജിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വ്ളോഗ് ഞാൻ ഇടുന്നതായിരിക്കും. ഇനി വരുന്ന വീഡിയോസ് മിസ്സാകാതിരിക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.